الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് നൽകി നബിയാക്കി റസൂലാക്കി നിയോഗിക്കുന്നതിന്റെ ഏകദേശം 6 മാസം മുമ്പ്, അതായത് 6 മാസത്തോളമായി ചില സ്വപ്നങ്ങൾ കാണിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വപ്നങ്ങളുടെ പ്രത്യേകത, രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ പകൽ പോലെ വ്യക്തമായും യാഥാർത്ഥ്യമാകും. ഇന്നലെ കണ്ടത് എന്താണോ കണ്ടത് അതങ്ങനെ തന്നെ യാഥാർത്ഥ്യമാകും. അംബിയാ മുർസലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു കാണിക്കുന്ന സ്വപ്നം വഹ്യാണ്. വഹ്യ് പല വിധത്തിന് വരും, അതിലൊന്ന് സ്വപ്നമാണ്. പക്ഷെ നുബുവത്തിന് ശേഷം, റിസാലത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, വഹ്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി ആകെ ബാക്കിയുള്ളത് നല്ല സ്വപ്നം മാത്രമാണ്. അർ-റുഅ്യ അസ്-സാലിഹ. അതായത് സത്യവിശ്വാസികളായ അല്ലാഹുമായിട്ട് നല്ല ബന്ധമുള്ള, തഖ്വയുള്ള, സൂക്ഷ്മത പാലിക്കുന്ന ചില അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ അറിയിച്ചേക്കാം. അതൊരു സത്യമാണ്. ഒന്നുകിൽ അവർക്ക് അല്ലാഹു സ്വയം കാണിക്കും, അല്ലെങ്കിൽ അവരെ കുറിച്ച് മറ്റുള്ളവർക്ക് കാണിക്കപ്പെട്ടേക്കാം. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത വേറെ ഒരാൾക്കും നൽകപ്പെടുന്ന സ്വപ്നം ദലീലല്ല. അത് അയാളുമായി ബന്ധപ്പെട്ടതാണ്. കറാമത്തുകൾ പോലെ നമ്മൾ ആരും കറാമത്ത് നിഷേധിക്കുന്നവരോ തള്ളിക്കളയുന്നവരോ അല്ല, അത് പാടില്ല. മുഅ്ജിസത്തെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന വലിയകൾക്ക് നൽകുന്ന ബഹുമതിയാണ് കറാമത്ത്, ആദരവാണ്. അയാൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു. അയാൾ ഇരുട്ടത്തും വെളിച്ചത്തും ഒറ്റയ്ക്കും കൂട്ടമായും ഉള്ളിലും പുറവും അള്ളാഹുവിന്റെ അടിമയാണ്, തഖ്വയോടെ ജീവിക്കുന്ന ആളാണ്.
അള്ളാഹുവിനെ അങ്ങോട്ട് പരിഗണിക്കുന്ന ഒരു അടിമയെ തിരിച്ചല്ല ഇങ്ങോട്ട് പരിഗണിക്കുന്ന പരിഗണനയാണ് കറാമ. മറ്റുള്ളവർക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തെങ്കിലും ഒരു കറാമത്ത് നൽകിയ പതിവിന് വിപരീതമായി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു സംഗതി അല്ലാഹു ആരിലെങ്കിലും പ്രകടിപ്പിച്ചാൽ അത് അയാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നമുക്കതിന് ഇടപാടില്ല. എന്നാൽ മുഅ്ജിസത്ത് നേരെ തിരിച്ചാണ്. അംബിയാ മുർസലീങ്ങളിൽ അല്ലാഹു കാണിക്കുന്ന മനുഷ്യന്റെ കഴിവില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉമ്മത്തിന് ബാധകമായതാണ്. എന്താ കാര്യം? അംബിയാ മുസ്ലിങ്ങൾക്ക് അള്ളാഹു അത് കാണിക്കുന്നത് അവർ ഏത് അള്ളാഹുവിനെയാണോ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഖുദ്റത്ത് ആ അടിമകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ദഅവത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിന്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ടാണ് മുഅ്ജിസത്ത് പരസ്യമാക്കപ്പെടേണ്ടതും കറാമത്ത് രഹസ്യമാക്കപ്പെടേണ്ടതുമാണ് എന്ന് പറയാനുള്ള കാരണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തുകൾ ഒളിപ്പിച്ചു വെക്കുന്നതിൽ അർത്ഥം കാണിക്കാനുള്ളതാ, അത് പറയാനുള്ളതാ. കാരണം ആളുകൾക്ക് അല്ലാഹുവിലേക്കുള്ള ക്ഷണമുണ്ടാവാൻ. എന്നാൽ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന കറാമ അത് ഒളിപ്പിച്ചു വെക്കേണ്ടതാ. കാരണം അത് പരസ്യമാക്കിയാൽ ചില ആളുകൾ ഒരുപക്ഷെ ഈ ആളുകൾ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്കാക്കാൻ ചാൻസ് ഉണ്ട്. അത് ശിർക്കിലേക്കുള്ള വഴിവെക്കും. അതുകൊണ്ട് എപ്പോഴും കറാമത്തുകൾ ഒളിപ്പിച്ചു വെക്കപ്പെടുന്നവയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അർത്ഥത്തിന് സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ക്രമേണ ഗാർ ഹിറായിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താമസം മാറ്റുന്നത്. ഒറ്റ അതിന് പിറകിലുണ്ടായിരുന്ന മക്കത്ത് ഖുറൈശികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങാൻ സാധിക്കാതിരുന്ന ചില ദുസ്വഭാവങ്ങൾ, ആദർശപരമായിട്ടുള്ള വ്യതിയാനം, സ്വഭാവത്തിലുള്ള ചില വ്യതിയാനങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജബലുൻ നൂർ എന്ന ഏകദേശം 5000-ഓളം അടി ഉയരത്തിലുള്ള ഒരു മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് ചെന്ന് താമസിച്ചതിനെ സൂഫി ലോകം ഖാദ്ഗാഹുകൾ നിർമ്മിച്ച് ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കണം എന്നതിന്റെ ദലീലാക്കി, തെളിവാക്കി. അത് തെറ്റാണ്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ദീനുൽ ഇസ്ലാമിലില്ല. ഒറ്റയ്ക്ക് ചെന്നിരിക്കുക, ഭാര്യമായുമായി ബന്ധമില്ലാതെ, മക്കളുമായി ബന്ധമില്ലാതെ, സാമൂഹിക ബന്ധങ്ങളില്ലാതെ, ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാതെ അതിൽ ഒളിച്ചോട്ടമാണ്. അത് അല്ലാഹുവിനെ അടിമയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിൽ അലസത കാണിച്ച്, മടി കാണിച്ച് ഒളിച്ചോടുന്ന ഒരു സമ്പ്രദായമാണ്. അത് ഇസ്ലാമിന് വലിയ പുണ്യമുള്ള സംഗതിയല്ല. അത് ഇന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ കർണാടകത്തിന്റെ പുറത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഖാദ്ഗാഹുകൾ അവിടെ സുലഭമാണ്. അത് ആളുകൾ വലിയ ആദരവിനും ബഹുമാനത്തിനും കാണുന്ന സ്ഥലമാണ്. എന്താ പറയാ, ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇന്ന വലിയ ഒറ്റയ്ക്കിരുന്ന സ്ഥലമാണത്. വലിയ കാര്യമൊന്നുമല്ല, അങ്ങനെ ഒറ്റയ്ക്കിരിക്കലില്ല. 3 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് വന്നു. ഭാര്യ അതവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവര് പരസ്പരം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ പിന്നെ എത്ര ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ എന്നാ പിന്നെ കല്യാണമേ കഴിക്കുന്നില്ല. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഭാര്യയെ നോക്കണം, കഷ്ടപ്പെടണം, പ്രയാസപ്പെടണം, പിന്നെ മക്കളുണ്ടാവും, പിന്നെ അവർ നോക്കണം, അവരുടെ ഫിക്കർ ഉണ്ടാവും. ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. ആ സമയം മുഴുവൻ ഞാൻ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചു. കാരണം അയാളെ കല്യാണം കഴിക്കാതിരിക്കാനായി പറഞ്ഞ കാര്യം എന്താ? ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാനാണ്, അല്ലാണ്ട് മറന്നുമല്ല. ഒരാൾ പറഞ്ഞു, ഇനി ഞാൻ നോമ്പ് മുറിക്കുന്നേ ഇല്ല, എനിക്ക് എല്ലാ ദിവസവും നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം നോമ്പെടുക്കുമെങ്കിൽ പിന്നെ നമ്മൾ എത്ര നോമ്പെടുക്കണം? ഞാൻ എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഇനി ഉറങ്ങുന്നേ ഇല്ല, രാത്രി മുഴുവൻ ഞാൻ ദിവസവും നിന്ന് നിസ്കരിക്കാൻ തീരുമാനിച്ചു. കേൾക്കുന്ന ആളുകൾക്ക് ഈ 3 ആളുകളുടെയും തീരുമാനം വളരെ നല്ല തീരുമാനം. ദുനിയാവിന്റെ സുഖങ്ങളും രസങ്ങളും ഒക്കെ മാറ്റിവെച്ച്
ഇബാദത്തിന് വേണ്ടി മാത്രം ഒഴി നിൽക്കാൻ തീരുമാനിച്ച 3 മഹാന്മാരായ ആളുകൾ ഇങ്ങനെ നമ്മൾ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയപ്പോ ഭാര്യ വിവരം അറിയിച്ചു. പള്ളിയിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ ആരാണെന്ന് ചോദിച്ചു. 3 ആൾക്കാർ മുന്നോട്ട് വന്നു. അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന അത്ഖാകും വഅഖ്ശാകും ലില്ലാഹ്. എന്നെക്കാളും വലിയ ആളാണെന്ന് നോക്കണ്ട. ഇന്നമാ അന അത്ഖാകും വഅഖ്ശാകും ലില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആള് ഞാനാണ്. ഏറ്റവും അധികം അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളും ഞാനാണ്. തഖ്വയിലും ഖശിയത്തിലും എന്നെ കവച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, ആ ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കുന്നുണ്ട്. ഞാൻ നോമ്പെടുക്കലുണ്ട്, മുറിക്കലുണ്ട്, രാത്രി നിസ്കരിക്കലുണ്ട്, ഉറങ്ങലുണ്ട്. അങ്ങനെ ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ നിൽക്കേണ്ടതില്ല. അത് ദീനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹന്റെ മുകളിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്നല്ലോ. അപ്പൊ പിന്നെ അപ്പോഴും അങ്ങനെ ഒറ്റയ്ക്കിരിക്കേണ്ടവരാണ്. സൂഫികൾ ഉണ്ടാക്കി തീർത്ത ഒരു തരം അലസതയാണ്, മടിയാണ്. ജോലിക്ക് പോണ്ട, ആരെയും നോക്കണ്ട, അങ്ങ് കുത്തിയിരുന്നാ മതി. അത് തവക്കുലിന് എതിരുവാണ്. ആൾക്കാർ പറയും അങ്ങനെ ഇരുന്നാൽ എന്താ, അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ അള്ളാഹു തരുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇരിക്കല്ലേ നമ്മൾ വേണ്ടത്? അല്ല, അതല്ല തവക്കുൽ. തവക്കുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഹഖ തവക്കുലി. ആരെങ്കിലും അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിച്ചാൽ പക്ഷികൾക്ക് റിസ്ക് നൽകുന്ന പോലെ അവൻ നൽകും. ഇങ്ങനെ പക്ഷിക്ക് അള്ളാഹു നൽകിയ, പക്ഷെ വീട്ടിൽ തന്നെ ഇരുന്നാ ഫുഡ് കിട്ടൂല. പക്ഷി അതിന്റെ കൂട്ടിൽ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്നാൽ അതിന്റെ റിസ്ക് കിട്ടൂല. അതൊട്ടിയ വയറുമായി രാവിലെ കൂട്ടിന് പുറത്തേക്ക് പോകും അധ്വാനിക്കാൻ, അതിന്റെ റിസ്ക് അന്വേഷിക്കാൻ. അതിങ്ങനെ പോയി പറക്കും. വൈകുന്നേരം വയറ് നിറച്ച് അത് കൂട്ടിലേക്ക് തിരിച്ചു വരും. അവിടെ പക്ഷി ചെയ്യേണ്ട ജോലി പക്ഷി ചെയ്തിട്ടുണ്ട്. ചെയ്തപ്പം അള്ളാഹു മുഖത്താക്കിയ റിസ്ക് അതിൽ കിട്ടി. ജോലി ചെയ്യാണ്ട് വീട്ടിൽ നിന്ന് തവക്കുലാക്കി എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലെ തവക്കുലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലാണ്. എന്നാലോ സത്യവിശ്വാസികൾക്ക് ചില സമയങ്ങൾ അള്ളാഹുമായിട്ടുള്ള ഖുൽവത്ത് അഭികാമ്യവും ആണ്. ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കണം. അത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടി ഒളിക്കാനല്ല, മറിച്ച് ആ അടിമക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ. മറ്റു ഫിക്റുകളൊന്നുമില്ലാതെ, വേറെ തിരക്കുകളൊന്നുമില്ലാതെ മനസ്സ് ഫ്രീ ആക്കി അള്ളാഹുമായിട്ടൊന്ന് സംസാരിക്കുവാൻ ഒരൽപ്പ സമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ശീലിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അള്ളാഹു പറയുന്നു ഖുദ്സിയായ ഹദീസാണ്, അന ഇൻദ ظنി അബ്ദി ബി. ഒരടിമ എന്നെ പറ്റി എങ്ങനെയാണോ വിചാരം വെച്ച് പുലർത്തുക, അതുപോലെയായിരിക്കും ഞാൻ അടിമയോട് ഇടപെടുക. അതുകൊണ്ട് അള്ളാഹുവിനെ എങ്ങനെ കാണണം? ഏറ്റവും അടുത്താളായിട്ട് കാണണം. അള്ളാഹുമായിട്ട് എങ്ങനെയായിരിക്കണം അടിമയുടെ ബന്ധം? ദുനിയാവിൽ മറ്റൊരാളുമായിട്ടും ഇല്ലാത്ത സ്നേഹബന്ധത്തിനും അടുപ്പത്തിനും എത്ര അങ്ങേയറ്റമാകാൻ പറ്റുമോ അത്തരത്തിൽ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കണം. എങ്കിൽ അള്ളാഹുവും അതേപോലെ ഇടപെടണം. ഇവിടെ ചില ആളുകൾക്ക് സംഭവിച്ച മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? അവർ അള്ളാഹുവിനെ വളരെ അകലത്ത് നിർത്തി, അള്ളാഹിനെ വളരെ ദൂരത്ത് നിർത്തി. നമുക്കൊന്നും ഇടപെടാൻ പറ്റാത്ത, നമുക്കൊന്നും ചോദിക്കാനും പറയാനും സാധിക്കാത്ത ഏതോ സ്ഥാനത്തുള്ള ഒരാള് നമുക്കങ്ങനെ പറ്റണമെങ്കിൽ നമ്മുടെ ഇടയിൽ വേറെ ആരെങ്കിലും വേണമെന്ന ഇസ്ലാം ഒരിക്കലും കൽപ്പിച്ചിട്ടില്ലാത്ത ശിർക്ക പരിപാടികൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് അവർ തെറ്റിപ്പോവാനുള്ള കാര്യം. നമുക്ക് അല്ലാഹുവുമായിട്ട് ബന്ധപ്പെടാനുള്ള താക്കത്തില്ല, അതിൽ അത്രയും പരിശുദ്ധതയില്ല. നമ്മളൊക്കെ വെറും പാപികളായവർ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് താക്കത്തുള്ള പരിശുദ്ധരായ ആളുകളെ നമ്മുടെ ഇടയിൽ വെച്ച് അവരിലൂടെ വേണം അല്ലാഹുവിലേക്ക് എത്താൻ. തെറ്റ്. കാരണം അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ നിങ്ങളോട് എന്നെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞാൻ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅ. എത്ര അടുത്തുണ്ട് ഞാൻ? എന്നോട് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. ചോദിപ്പിച്ചാൽ ഉത്തരം നൽകുന്നൊന്നല്ല. ഇടയിൽ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് എന്നോട് അടുക്കാൻ ശ്രമിച്ചാൽ അടുക്കുന്നവന്നല്ല.
എന്നോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നവന്റെ ഉത്തരം കൊടുക്കുന്നവനാണ് ഞാൻ. ഫൽയസ്തജീബൂലി, അവിടെ എന്നോട് ചോദിക്കാൻ പറ. അതുകൊണ്ട് എന്നോട് ചോദിക്കാൻ പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുന്നു, അടിമ എങ്ങനെ അല്ലാഹുവിനെ കാണുമോ അങ്ങനെ ഇടപെടും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഅന മഅഹു ഇദാ ദക്കറനി, എന്റെ അടിമ എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെയുണ്ട്. ഫഇൻ ദക്കറനി ഫീ നഫ്സി, ഒറ്റയ്ക്കിരുന്നവൻ എന്നെ ഓർത്താൽ ദക്കർതുഹു ഫീ നഫ്സി, ഞാനും അവനെ അങ്ങനെ തന്നെ ഓർക്കും. ഇനി ഒരു കൂട്ടത്തിലാണ് അവൻ ഓർത്തതെങ്കിലോ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹു, അവരെക്കാളും നല്ലവരായ മലായികത്തിനിടയിൽ ഞാൻ അവരുടെ സ്മരണകൾ ഉണ്ടാക്കും, അവരുടെ ഓർമ്മ മലക്കുകൾക്കിടയിൽ ഉണ്ടാവും. ഇനി അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരടിമ തെറ്റുകൾ ചെയ്തു, പാപങ്ങൾ ചെയ്തു, ഞാനുമായി അകന്നു, അവൻ ഞാനുമായി അടുക്കാൻ തീരുമാനിച്ചു, ഒരു ചാൻ എന്റെ അടുത്തേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഒരു മുഴം ഞാൻ അടുക്കും. ഒരു മുഴം എന്റെ അടിമ എന്റെ അടുത്തേക്ക് വന്നാൽ തഖറബ്തു ഇലൈഹി ബാഅൻ, രണ്ട് മുഴം ഞാൻ അടുക്കും. എന്റെ അടിമ എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, ഞാൻ ഓടി വന്നവനെ സ്വീകരിക്കും. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സ അടിമകൾക്ക് തന്ന സന്തോഷ വാർത്തയാണ്. അവന്റെ ഇടക്കിടക്ക് ഒറ്റയ്ക്ക് നിന്ന് അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു രീതി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടതാണ്. മറ്റൊരു റിവായത്ത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. അതിലൊരു വിഭാഗം റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത് ഐനാഹു, ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്. ഈ ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും പള്ളിന്റെ മൂലക്ക് പോയിരുന്ന് ഒരു തസ്ബീഹ് മരം പിടിച്ചിട്ട് ഹാ ഹീ ഹു എന്ന് പറയാനല്ല. അതൊരു തെറ്റിദ്ധാരണ മനുഷ്യന്മാർക്ക്. ദിക്റിന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ദിക്ർ ചെയ്യാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും തസ്ബീഹാത്തുകളും അദ്കാറുകളും നാവുകൊണ്ട് ഇങ്ങനെ പടപടാ 1000 10,000 ലക്ഷം ചൊല്ലി തീർക്കാനല്ല. അല്ലാഹുവിന്റെ ഓർമ്മ മനസ്സിലാ സമയത്തെ വരലാണ്. ഇമാം നവവി റഹിമഹുല്ലാഹു തആല ഹദീസിനെ ശറഹ് ചെയ്ത് കൊണ്ട് പറഞ്ഞു, അഥവാ തദക്കർ ബിഖൽബിഹി അളമത്തല്ലാഹി തആല, ഒറ്റയ്ക്ക് വന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ വലുപ്പത്തെ പറ്റി വെറുതെ ചിന്തിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അതിനെപ്പറ്റി ചിന്തിക്കണം. വഇല സമാഇ കൈഫ റുഫിഅത്, ആകാശത്തെ പറ്റി ചിന്തിക്കണം. വഇലൽ അർദി കൈഫ സുതിഹത്, ഭൂമിയെ പറ്റി ചിന്തിക്കണം. വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളെ പറ്റി ചിന്തിക്കണം. എന്നിട്ട് അതിന്റെ അപ്പുറത്തുള്ള സംവിധായകനായ അല്ലാഹുവിന്റെ അളമത്ത് മനസ്സിൽ കൊണ്ടുവരണം. അത് വരുമ്പോൾ തന്നെ നമ്മളൊരു അഭിതാവും. നമ്മൾ ആ തരത്തിൽ അല്ലാഹുവിന്റെ അളമത്ത് മനസ്സിൽ കൊണ്ടുവന്നാ മതി. നമ്മൾ അല്ലാഹുവിന്റെ അഭിതാവും. പിന്നെ കൈമേലുള്ള കാര്യങ്ങളെ കൊണ്ട് കിബ്റ് കാണിക്കാൻ കഴിയില്ല. അല്ലാഹു തന്നിരിക്കുന്ന നിഅമത്തുകൾ വെച്ചിട്ട് അഹംഭവിക്കുന്ന സംഭവം ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അളമത്ത്, പിന്നെ മരണം, പിന്നെ അവന്റെ മഹ്ശർ, അവന്റെ കോടതി, അവന്റെ ഹിസാബ്, സ്വർഗ്ഗ നരകം, കിതാബുകൾ, മീസാൻ, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണം. വഫാദത്ത് ഐന, എന്നിട്ട് കാര്യമാണ്. അതുപോലെ അല്ലാണ്ടിപ്പോ കൈകൊണ്ട് സുബ്ഹാനല്ലാഹ് 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 പറയുമ്പോൾ ആർക്കും അറിയില്ല അതിലെന്താ പറയുന്നത്, എന്താ ഇതിന്റെ അർത്ഥം അറിയാണ്ട് ആർക്കും കഴിച്ചില്ല. അല്ലാഹുവിനെ ഓർക്കണം. വഫാദത്ത് ഐനാഹു, എന്നിട്ട് കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകണം. സലഫുകളിൽപ്പെട്ട ഒരു ആലിമിനോട് അയാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയുന്ന കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അലാ തസ്തൗഹിഷ്, അലാ തസ്തൗഹിഷ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു മൂകത വരുന്നില്ലേ, ഒരു മടി വരുന്നില്ലേ, അലസത വരുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ അലസതയും മടിയും വരാൻ? ഞാൻ ഇരിക്കുന്നത് ഒറ്റക്കല്ല, എന്റെ റബ്ബിന്റെ ദിക്റിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബിന്റെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. ഇതിനേക്കാളും വലിയ തലദ്ദു ഒരടിമക്ക് വേറെ എവിടെ കിട്ടാനാണ്? എന്റെ റബ്ബിനെ പറ്റി ഇങ്ങനെ ഓർത്തിരിക്കുന്നതിനേക്കാളും വലിയ രസം, തലദ്ദു എന്ന് പറഞ്ഞാൽ രസം, അനുഭൂതി, അത് വേറെ എവിടെ കിട്ടാനാണ്? ആ അവസ്ഥ ഉണ്ടാവണം കുഞ്ഞുങ്ങൾക്ക്. ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു രീതി മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞ ഒരു മനോഹരമായ വാക്കുണ്ട്, ഉത്ലുബ് ഖൽബക ഫീ സലാസ, നീ നിന്റെ ഹൃദയത്തെ 3 സ്ഥലങ്ങളിൽ അന്വേഷിക്കണം. നീ നിന്റെ ഹൃദയത്തെ 3 സ്ഥലങ്ങളിൽ അന്വേഷിക്കണം. ഈ 3 സ്ഥലങ്ങളിൽ നിന്റെ ഹൃദയത്തെ നീ കണ്ടെത്തുന്നില്ലെങ്കിൽ നീ അല്ലാഹുവിനോട് നല്ലൊരു ഹൃദയത്തെ ചോദിക്കണം. ഫഇന്നഹു ലാ ഖൽബ ലക,
നിനക്ക് ഹൃദയം ഇല്ലാതായി അർത്ഥം. എന്നാൽ ഒന്നാമത്തെ സ്ഥലം ഫീ സിമാഇൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതുവാനും അത് കേൾക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീ ഉണ്ടോ എന്ന് നീ നിന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ഖുർആൻ ഓതാനുള്ള രസം, ഖുർആൻ കേൾക്കാനുള്ള രസം, ഖുർആൻ പഠിക്കാനുള്ള രസം അവിടെ നീ ഇല്ലെങ്കിൽ നീ അല്ലാഹുവോട് നല്ല ഖൽബിനെ ചോദിക്കണം. ഫഇന്നഹു ലാ ഖൽബ ലക, നിനക്ക് ഹൃദയമില്ല എന്നതിന്റെ അർത്ഥം. രണ്ടാമത്തെ സ്ഥലം ഫീ മജാലിസ് ദിക്ർ, അല്ലാഹുവിന്റെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന സദസ്സുകളിൽ നീ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ലെങ്കിൽ നിനക്ക് ഹൃദയമില്ല എന്നതിന്റെ അർത്ഥം. നീ അല്ലാഹുവോട് തൗഫീഖിനെ ചോദിക്കണം. മൂന്നാമത്തെ സ്ഥലം ഔഖാത്തുൽ ഖൽവ, ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ സ്മരിക്കാനുള്ള ഒരുതരം രസം നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റെങ്കിലും. അതിൽ ഏറ്റവും പറ്റിയ സമയം ഫജ്റിന്റെ മുമ്പ്, തഹജ്ജുദിന്റെ സമയം, വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് അല്ലാഹുവുമായിട്ട് സംസാരിക്കുന്ന ഖൽവ, അവിടെ തന്നെ നിനക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഫഇന്നഹു ലാ ഖൽബ ലക, നിനക്ക് ഹൃദയമില്ല. നീ അല്ലാഹുവോട് നല്ല ഹൃദയത്തെ ചോദിച്ചു വാങ്ങണം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ നൂറിൽ ഗാർ ഹിറായിൽ ഒറ്റയ്ക്കിരുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടിയൊടുക്കാൻ സൂഫികൾ ഉണ്ടാക്കിയ ഖാൻഗാഹികൾ നിർമ്മിക്കാനല്ല, മറിച്ച് ഉമ്മത്തിന്റെ അവസ്ഥകളെ പറ്റി ഓർത്ത് അള്ളാഹുവിന്റെ സഹായവും അവന്റെ റഹ്മത്തും പ്രതീക്ഷിച്ച് അള്ളാഹുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ ചില സമയങ്ങളിൽ ഖുൽവ സത്യവിശ്വാസികൾക്ക് നല്ലതാണ്. ഏകദേശം 640ഓളം അടി ഉയരത്തിലുള്ള ജബൽ നൂറിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക കുറെ നാളായി. അടിവാരത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളുണ്ട്, അല്ലെങ്കിൽ 6 മക്കളുണ്ട്. ഒന്ന് മാലിദിൽ ഖുർദിയാണ് ഇബ്രാഹിം. ഈ മക്കളൊക്കെ ചെറിയ പൈതങ്ങളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെയും മക്കളുടെയും ഉത്തരവാദിത്വം ഭാര്യ ഖദീജയെ ഏൽപ്പിച്ച് ദിവസങ്ങളോളം ആ ഗുഹയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഈ ചരിത്രം പറയുമ്പോൾ താരീഖിന്റെ ഉലമാക്കൾ എടുത്തുദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഖദീജ എന്ന ഭാര്യയെ സംബന്ധിച്ച്. ഖദീജ ഒരു ഭാര്യയായിരുന്നു. അതായത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തന്നെയുള്ള ഒരു ഇണയെ കണ്ടെത്തി തന്നിട്ടുണ്ട്, അതെന്തിനാണ് എന്ന് അല്ലാഹു പറഞ്ഞ ആ ഇല്ലത്ത് എന്താണോ അത് യാഥാർത്ഥ്യമാക്കിയിരുന്നു ഖദീജ എന്ന ഭാര്യ. എന്തുകൊണ്ടറിയോ? ഈ ഒറ്റയ്ക്കിരിക്കുന്ന കാലയളവിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെയോ മക്കളുടെയോ മറ്റു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇതൊന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറഞ്ഞ് നോയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. റസൂലിന്റെ മാനസികാവസ്ഥ ഖദീജക്ക് തിരിച്ചറിഞ്ഞിരുന്നു. ഖദീജ മനസ്സിലാക്കിയിരുന്നു ഭർത്താവിന്റെ പ്രശ്നം എന്താ, എന്തിനായിരിക്കും ഒറ്റയ്ക്ക് പോയിരിക്കുന്നുണ്ടാവുക. നബിയായിട്ടില്ല, റസൂലായിട്ടില്ല, ദഅവത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉലമാക്കൾ പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും നല്ല ഭാര്യ, ദുനിയാവിലെ ഏറ്റവും നല്ല പെണ്ണ്, ഏറ്റവും നല്ല സൗന്ദര്യവതിയല്ല, ഏറ്റവും നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്നവളുമല്ല, ഏറ്റവും നന്നായി മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്ന പെണ്ണുമല്ല, മറിച്ച് ഏറ്റവും നന്നായി ഭർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യുകയും അനുസരിക്കുകയും ചെയ്യുന്നോളാണ്. അതിന്റെ അപ്പുറത്ത് വേറൊരു പെണ്ണില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതെല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. സൗന്ദര്യമായാലും വൃത്തിയായാലും വേഷവിധാനമായാലും തർബിയത്തായാലും ഇതിന്റെ എല്ലാം അപ്പുറത്ത് സൗജിനെ മനസ്സിലാക്കുന്ന പെണ്ണാവലാണ്. അയാളുടെ ഉള്ളറിഞ്ഞ് അതിനനുസരിച്ച് സാഹചര്യങ്ങളിൽ സ്വഭാവം കാണിക്കാൻ സാധിക്കാനുള്ളതാണ്. അത് ഖദീജ ചെയ്തിരുന്നു. പോയിട്ട് പറഞ്ഞൂടെ നമ്മളെ ഒറ്റക്കാക്കിട്ട് പോയത് എന്തിനാണ്? എനിക്ക് ഇത്രയും മക്കളെ നോക്കാറില്ലേ, നിങ്ങളെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ഇതൊന്നുമില്ല. ഭർത്താവിനെ മനസ്സിലാക്കുക, അയാളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാം, അദ്ദേഹത്തോട് പറയുന്ന വാക്കുകൾ എന്താണ് എന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം പറയാൻ ശ്രമിക്കാം. അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അയാൾ ഏതവസ്ഥയിലായിരിക്കും, എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, ഇതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇടപെടാൻ സാധിക്കുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണ് ഖദീജയെ പോലെ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരെ 63-ാമത്തെ വയസ്സിൽ
വഫാത്താകുന്നത് വരെ ഖദീജയെ മറന്നിട്ടേ. എന്ത് വർത്താനം പറഞ്ഞാലും അത് ലാസ്റ്റ് എത്തുന്നത് ഖദീജയിലായിരിക്കും. കാരണം അങ്ങനെ ആയിരുന്നു ഇടപെടാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പം ഇറങ്ങി വരും ഭക്ഷണം കൊണ്ടുപോകാൻ. ഇന്ന് ജബൽ നൂറിലേക്ക് കയറിപ്പോകാൻ സ്റ്റെപ്പുകളുണ്ട്. ഇപ്പൊ വാഹനം തന്നെ പോകാനുള്ള സൗകര്യമായി. എന്നാൽ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ നടന്നാൽ ഏകദേശം 1 മണിക്കൂർ എടുക്കും അതിന്റെ മുകളിലെത്താൻ. അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി പോയത് ആ പക്ക മലയിലാണ്. അതൊരു ഗുഹയുമല്ല. കല്ലുകൾ ഇങ്ങനെ വന്നടിഞ്ഞ് ഒരാൾക്ക് മാത്രം ഇടയിൽ ഇരിക്കാവുന്ന ഒരു ഗ്യാപ്പ്, ഇത്രയേ ഉള്ളൂ. വലിയ ഗുഹയൊന്നും അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് ഇറങ്ങി വരും. ചില സമയങ്ങളിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം ഇന്ന ദിവസം തീരുമെന്നൊരു അളവ് ഖദീജയുടെ മനസ്സിലുണ്ടാവും. ആ സമയമാവുമ്പം ഖദീജ റളിയല്ലാഹു അൻഹാ ഭക്ഷണവും കൊണ്ട് ആ മല കയറും. അതൊരു പെണ്ണാണ്, സ്ത്രീയാണ്, കുലീനയാണ്, വലിയ സമ്പന്നയാണ്, വലിയ കച്ചവടക്കാരിയാണ്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അതാണ് ഭാര്യ. ലിതസ്കുനു ഇലൈഹ. അവൾ ഭർത്താവിന് കൊടുക്കേണ്ടത് ആ ആശ്വാസമാണ്, ആ സമാധാനമാണ്. അത് ഖദീജ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ജിബ്രീൽ വന്നു, ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത അനുഭവം വന്നപ്പോൾ പേടിയായി, വിറയലായി, പനി പിടിച്ചു. മലമുകളിൽ നിന്ന് താഴോട്ട് ഓടി ഇറങ്ങി ആദ്യം ചെന്നത് ഈ ഖദീജയുടെ അടുത്തേക്കാണ്. അതിനർത്ഥം എന്താ അറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മനുഷ്യനായ ഭർത്താവിന് ഭൗതികമായി കിട്ടാവുന്ന ഏറ്റവും വലിയ ആശ്വാസവും സമാധാനവും കിട്ടിയത് ഭാര്യ ഖദീജയുടെ അടുത്താണ്. അതാണ് പെണ്ണ്. അങ്ങനെയാവണം ദാമ്പത്യം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വേറെ പ്രയാസങ്ങളൊന്നും. സമ്മിലൂനി എന്ന് പറഞ്ഞത് ഖദീജയോട്. ഖദീജ എന്നത് പുതപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ദിവസങ്ങളിൽ ശാന്തമാണ് അന്തരീക്ഷം. ഇന്നത്തെ പോലെ ഒച്ചയൊന്നുമില്ല. ഇരുട്ടത്ത് ഒറ്റയ്ക്ക് മലമുകളിൽ, ആ മലയുടെ പ്രത്യേകത എന്താ അറിയോ? അതിന്റെ മുകളിൽ നോക്കിയാൽ കഅബാലയം കൃത്യമായി കാണാൻ പറ്റും. വന്നു ഇരുന്നു. ഇത്രയും വലിയ ബിൽഡിംഗ് നിന്നുണ്ടായിട്ടും അതിന്റെ മുകളിൽ കയറി നോക്കിയാൽ പരിശുദ്ധമായ കഅബ നേരെ കാണാൻ പറ്റും. ഒരു ദിവസം രാത്രി റമദാൻ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു. ഗുഹയുടെ പുറത്തൊരു ശബ്ദം. ഉലമാക്കൾ പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ധൈര്യമുള്ള ആളായിരുന്നു. മലമുകളിൽ ഈ ഇരുട്ടത്ത് നിശബ്ദമായ അവസ്ഥയിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തൊരു ശബ്ദം. കാരണം മലമുകളിലേക്ക് ആരെങ്കിലും ഒരാൾ കയറി വരുമ്പോൾ ചില അടയാളങ്ങൾ എന്തായാലും ഉണ്ടാവും. കല്ല് വീഴുന്ന സൗണ്ടോ, വടികുത്തുന്ന ശബ്ദമോ, അയാളുടെ കൈമേലുള്ള പാത്രത്തിന്റെ ശബ്ദമോ എന്തെങ്കിലും ഉണ്ടാവും. ഇതൊന്നുമില്ല, നിശബ്ദമാണ്. പെട്ടെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതുവരെ തങ്ങൾ പറഞ്ഞിട്ടില്ലാത്തൊരു വാചകം പറയാൻ പറഞ്ഞു. ഇഖ്റ. മുന്നോടിയായിട്ടൊന്നുമില്ല. ഇഖ്റ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കും. റസൂലുള്ളാഹി ഉടനെ തന്നെ മറുപടി പറഞ്ഞു, മാ അന ബിഖാരി. വായിക്കാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഉപ്പാനെ കണ്ടിട്ട് പോലുമില്ല. 6ാമത്തെ വയസ്സിന് മുമ്പ് പോയി യതീമായി. പിന്നെ ആകെ കിട്ടിയത് ഹലീമത്തു സഅദിയുടെ കൂടെ ഗ്രാമത്തിൽ ചെന്ന് ജീവിച്ചപ്പോൾ ഉണ്ടായ ആ ഗ്രാമീണ സംസ്കാരം മാത്രമാണ്. വായിക്കാൻ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയതിനു ശേഷം ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുക, വന്ന ആള് എന്നെ 2 കൈ കൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചു. ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയായി. എന്റെ എല്ലുകൾക്ക് എനിക്ക് വേദന ഉണ്ടായി. ഒരു മക്കൾ പറഞ്ഞു, ഒരു പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ പിടിച്ച് ചേർക്കാനുണ്ടായ കാരണം 6 മാസത്തോളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ വെളിച്ചം പോലെ യാഥാർത്ഥ്യമാവുന്ന സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. ഇതും അതായിരിക്കുമോ എന്നൊരു ധാരണ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാതിരിക്കാൻ, ഇത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് എന്നറിയിക്കാനായിരിക്കണം അങ്ങനെ ചേർത്ത് പിടിച്ചത്. വിട്ടു. പിന്നെയും പറഞ്ഞു, ഇഖ്റ, മുഹമ്മദെ വായിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി. വായിക്കാൻ അറിയില്ല. 2ാമതും പിടിച്ചു, 3ാമതും ആവർത്തിച്ചു,
മൂന്നാമത്തെ പ്രാവശ്യം കുറച്ചും കൂടി അധികം ജിബ്രീൽ പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കേട്ടത് അങ്ങനെ തന്നെ തിരിച്ചു പറഞ്ഞു കൊടുത്തു. ജിബ്രീൽ പോയി. റസൂലുള്ളാഹി തങ്ങൾക്ക് പേടിയായി, അത്ഭുതമൊന്നും ഉണ്ടായില്ല, പേടിയായി. ഇറങ്ങി വന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ച് ഉറച്ചിട്ട് ഇറങ്ങി വന്ന് ഖദീജയുടെ തുടയോട് തലയും ചേർത്ത് വെച്ച് കിടന്നു. ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുലപ്പിച്ചു. പക്ഷെ ആ പെണ്ണിന്റെ, ആ ഭാര്യയുടെ, നമ്മുടെ ഉമ്മയുടെ വഫാത്ത് വരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവനെ പോലെ സ്നേഹിച്ച നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു ചെറിയ വാക്കിന്റെ കഷണം കൊണ്ടുപോലും വേദനിക്കുന്ന ശരീരമുള്ള റസൂലുള്ളാഹിന്റെ മനസ്സിന് വേദന ഉണ്ടാക്കിയില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്തിനാ ഇപ്പൊ അതിന്റെ മുകളിൽ കയറാൻ പോയി? ഒറ്റയ്ക്ക് വല്ല ആവശ്യമുണ്ട്? ഇവിടെ പൈസയുണ്ട്, വീടുണ്ട്, ആൾക്കാരുണ്ട്, നാടുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പിന്നെ പോയത് എന്തിനാ? ഒരു വാക്ക് കൊണ്ട് ആ മനസ്സിനെ വേദനിപ്പിച്ചിട്ടില്ല. മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കലാണ് നല്ല ബന്ധത്തിന്റെ അടയാളം. ശരീരത്തിലെ പൗഡർ ഇട്ട് ക്രീമും തേച്ച് ഒപ്പിച്ച് റോസാക്കി അതൊന്നല്ല കാര്യം. ഇതിന്റെ ഉള്ളിലുള്ള കൽബിനെ വേദനിപ്പിക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ബന്ധം. രണ്ടടി കൊടുത്താലും കുഴപ്പമില്ല, അടി കൊണ്ടിട്ട് ശരീരം പൊട്ടി ചോര വന്നാലും കുഴപ്പമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ അടയാളം പോലും ഉണ്ടാവില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ ആ പൊട്ടിയതിന്റെ അടയാളം പോലും ഉണ്ടാവില്ല. വേദന പമ്പ കിടന്നിട്ടുണ്ടാവും. പക്ഷെ മനസ്സിന്റെ ഉള്ളിലാണ് ആ മുറിവ് വന്നതെങ്കിൽ അത് ഉണങ്ങൂല, അത് ഉണങ്ങൂല. പിന്നെ അതിന്റെ പുറത്ത് എത്ര പൗഡർ ഇട്ട് വെളുപ്പിച്ചാലും ആ മുറിവ് അങ്ങനെ തന്നെ ഉണ്ടാവും. അതിന്റെ പുറത്തുള്ള മാംസകഷണങ്ങൾ എത്ര നല്ല നിലക്ക് തട്ടിപ്പിച്ച് വെച്ചാലും മനസ്സിന്റെ ഉള്ളിലുള്ള നോവും ആ മുറിവും ആ രക്തവും അതങ്ങനെ തന്നെ ഉണ്ടാവും. അതുണ്ടാക്കാതിരിക്കലാണ് നല്ല ബന്ധം. അതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് വരെ ഞാൻ മറന്നു, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇടക്കിടക്ക് കൊള്ളുന്ന പുറത്തേക്ക് വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഖദീജ റളിയല്ലാഹു തആല അൻഹാ അതിന് ഒരു അവസരം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് ഗീറത്ത് വരാനുണ്ട്, ഒരുതരം സ്വാർത്ഥത, ഒരുതരം ദേഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാരോട്. അതിൽ ഏറ്റവും അധികം ഖദീജയോടാണ്, ഏറ്റവും അധികം ഖദീജയോട് റളിയല്ലാഹു അൻഹാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഒരു ആട്ടി നടത്താൻ ഇടക്കിടക്ക് നടക്കും, അത് നല്ലതുമാണ്, വിതരണം ചെയ്യാൻ. അങ്ങനെ അറുത്താൽ ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് പ്രത്യേകം എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു, കൊടുത്തേക്കാൻ പറയാറുണ്ടായിരുന്നു. അത്ര ഇഷ്ടം. അത് ഖദീജ എന്നെ ആണ്ട് കഴിച്ചാൽ കേട്ടോ. അങ്ങനെ പറയുന്ന മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിന്റെ ആട്ടിനടുത്തിട്ട് ഇറച്ചി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഉപ്പാപ്പാന്റെ ആണ്ട് കഴിച്ചാൽ എന്താ? ഹദീസുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെച്ചിട്ടല്ല, നമ്മളെ ഉസ്താമാരെ വെച്ചിട്ടുമല്ല, സലഫുൽ ഉമ്മ സഹാബാക്കളെ വെച്ചിട്ടാണ്. സഹാബാക്കൾ ആരും അത് തെളിവാക്കിയിട്ട് എന്തായില്ല, 40-നും ആട്ടിൽ നടത്തിട്ട് ബിരിയാണി വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അതില്ലാത്ത സംഗതി, അപ്പൊ സമയങ്ങൾ എന്റെ കാര്യമില്ല. പക്ഷെ ഖദീജയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം പരിഗണിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറെ പോയി, പനിയൊന്ന് അടങ്ങി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പുതപ്പ് മാറ്റിയിട്ട് എണീച്ചിരുന്നു. അപ്പോൾ ചോദിക്കാണ് ഖദീജ, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബിയല്ല, റസൂലല്ല, ഖദീജക്ക് ഭർത്താവാണ്, എന്താ സംഭവിച്ചത് പറ, നിങ്ങൾക്ക് എന്താ ഉണ്ടായത്? ഇങ്ങനെയല്ലല്ലോ, നല്ല ധൈര്യമുള്ള ആളല്ലേ, നല്ല ശക്തിയുള്ള ആളല്ലേ, നിങ്ങൾ എന്ത് പേടിച്ചു പോയത്? നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പം ഖദീജ എന്ന ഭാര്യ റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. യാ മുഹമ്മദ് വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദൻ. അത വാക്കിനെ വല്ലാഹി, അത് സത്യം, അല്ലാഹുവാണ് സത്യം. ഖദീജ കേടുന്ന അള്ളാഹ് അറിയില്ല, നബി ആയില്ല, ദഅവത്ത് തുടങ്ങിയില്ല. അല്ലാഹുവാണ് സത്യം. ലാ യുഖ്സിക അല്ലാഹു അബദൻ. അല്ലാഹു ഒരിക്കലും നിങ്ങളെ തരം താഴ്ത്തൂല. ഏതല്ലാഹു? ഖദീജക്ക് ഇങ്ങനെ അള്ളാഹ് പറയാൻ അറിയാം. അവിടെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ അറിയാത്തവരല്ലായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ. അറിഞ്ഞവരാണ്, വിശ്വസിച്ചവരാണ്. പക്ഷെ പ്രശ്നം ആ വിശ്വസിച്ച അള്ളാഹുവിനോട് ഔലിയാക്കളെയും ജാറങ്ങളെയും ദുർഗകളെയും ചേർത്തു എന്നുള്ളതാണ്.
അവർക്കത് അറിയില്ലെങ്കിൽ പിന്നെ ഖദീജ ബീവി എങ്ങനെ വർത്താനം പറയാ? ലാ യുഖ്സിക അല്ലാഹു അബദൻ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും പഴം ഇല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഖദീജന്റെ കാലത്ത് നുബുവത്തിന് മുമ്പ് വേറെ അല്ലാഹു ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഗതിയില്ലല്ലോ, അല്ലാഹു ഒറ്റയാളല്ലേ ഉള്ളൂ. ആ അള്ളാഹിനെ പറ്റി ആ ഖദീജയും പറഞ്ഞ് എന്നെയും കേട്ടോളൂ. ഉമ്മ പറഞ്ഞു റളിയല്ലാഹു അൻഹാ, എന്താ കാര്യം അറിയോ? നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, നിങ്ങൾ യതീമുകളെ ചേർത്ത് പിടിക്കുന്ന ആളാണ്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കുന്ന ആളാണ്, നിങ്ങൾ സംസാരിച്ച സത്യം മാത്രം പറയുന്ന എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ നന്മകൾ മുഴുവനും ആ ഭാര്യന്റെ കൽവിലുണ്ട്. അതാണ് ഉണ്ടാവേണ്ടത്. ഭർത്താവിനുണ്ടാവുന്ന നന്മകളായിരിക്കണം ഭാര്യ എടുത്തു പറയേണ്ടത്, തിന്മകളല്ല. തിന്മകളില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അല്ലാഹുവിന്റെ റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലുമില്ല. നുബുവത്തിന് മുമ്പില്ല, നുബുവത്തിന് ശേഷമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഖുതുബയിൽ, നുബുവത്തിന് മുമ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായ 2 സമയങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഉറക്കിക്കളഞ്ഞു. രാത്രി ഖുറൈശികളുടെ നാടകവും കാലവേളയും കേൾക്കാതെ സുബ്ഹാനഹു മഅസൂമാണ്. ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് തിന്മകൾ ഉണ്ടാവും. ഓർത്തു വെക്കേണ്ടത് തിന്മകളല്ല, അയാളുടെ നന്മകളാണ്. നമ്മുടെ ഭാര്യയായാലും ഭർത്താവായാലും ചങ്ങാതിമാരായാലും ആരായാലും ഓർത്തു വെക്കേണ്ടത് നന്മകളാണ്, തിന്മകളല്ല. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഞാൻ എന്റെ പെണ്ണിനെ തലാഖ് ചെയ്യാൻ പോവാൻ, ഞാൻ എന്റെ ഭാര്യയെ തലാഖ് ചെയ്യാൻ പോവാൻ. പറഞ്ഞു, വൈഹക് വൈഹക്, നിനക്ക് നാശം, നീ ഹുബ്ബില്ല എന്ന് പറഞ്ഞിട്ടല്ലേ തലാഖെല്ലാം, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ വിട്ടുവീഴ്ചയും അതേപോലെ തന്നെ ദയയും കാരുണ്യവും ഒക്കെ എവിടെ ചോദിച്ചു ആ മനുഷ്യനുണ്ട്. വെറും സ്നേഹത്തിന്റെ പേരിൽ മാത്രമാണ് ഒരു ജീവിതം എന്ന ബിൽഡിംഗ് ഉണ്ടാവുക എന്നാണോ നീ വിചാരിച്ചത്? തസാമുഹയുടെ തിന്മകൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ ദയ വരൂല, വിട്ടുവീഴ്ചകൾ വരൂല. അതുമായി ബന്ധപ്പെട്ട മുറിവുകൾ മാത്രം ഓർത്തു വെച്ചാൽ നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഒരു തിന്മക്ക് പകരം തിരിച്ചപ്പുറത്തുള്ള ഒരു 10 നന്മകൾ മനസ്സിൽ ഓർത്തു വെച്ചാൽ വിട്ടുവീഴ്ച വരും, ദയ വരും, പോട്ടെ എന്ന് വെക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദീജയുടെ വർത്താനം കൂടി കേട്ടപ്പോൾ റാഹത്തായി. ഭാര്യ പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെ കാണാൻ വേണ്ടി പോവാം. ഖദീജ ബിബിന്റെ ഉപ്പാന്റെ അനുജന്റെ മകൻ വറഖ ഇബ്നു നൗഫൽ, ആള് നസ്രാനിയ, ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞാൽ പ്യൂർ ഇഞ്ചീൽ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് വറഖ ഇബ്നു നൗഫൽ. അറബി പണ്ഡിതനാണ്. ഇഞ്ചീൽ അതിൻ്റെതായ ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് അന്ന് വറഖ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് മക്കത്ത്. നമ്മൾ മക്കക്കാരെ എപ്പോഴും എങ്ങനെ കാണുക? കണ്ണുപിടിയന്മാരും പൊള്ളുപിടിയന്മാരും പിരാതന്മാരും അതൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വേറെയുണ്ട്. ഈ വറഖ അറബി ഭാഷയിലേക്ക് ഇഞ്ചീലിന്റെ കോപ്പികൾ വിവർത്തനം ചെയ്ത മഹാപണ്ഡിതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയി അദ്ദേഹം വയസ്സുകൊണ്ട് കണ്ണിന്റെ കാഴ്ചയുടെ വീട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്റെ മകന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞോളി. വിഷയങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അന്നേരം വറഖത്ത് പറഞ്ഞു, ഈ വന്നത് നാമൂസ, നിങ്ങൾ ഈ പറഞ്ഞ സത്യമാണെങ്കിൽ ആ വന്നത് നാമൂസ. നാമൂസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ. തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ജിബ്രീലിന് പകരം പറയപ്പെട്ട പേരാണ് നാമൂസ്. മൂസയുടെ അടുക്കൽ തൗറാത്തുമായി വന്ന നാമൂസാണിത്. ഒരു ദിവസം നിങ്ങളുടെ നാട്ടുകാരായ ആളുകൾ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. ആ സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു സഹായമായിരിക്കും. ഇത് കേട്ടപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവരെന്നെ പുറത്താക്കുമെന്നാ നിങ്ങൾ ഈ പറയുന്നു? മക്കക്കാരും മക്കത്ത് നിന്ന് എന്നെ പുറത്താക്കുമെന്നാ നിങ്ങൾ പറയുന്നു? അത്ഭുതത്തോടെ. കാരണം അങ്ങനല്ല, അൽ അമീനാണ്. അദ്ദേഹം പറഞ്ഞു, അതെ, ഇപ്പൊ നീ കൊണ്ടുവന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെയും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൗഹീദും ദീനുൽ ഇസ്ലാമിന്റെ കർശനമായ നിലപാടുകളും ആരൊക്കെ മുറുകെ പിടിക്കുന്നുവോ അവർ പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും. ആളുകളെ മനസ്സിൽ നിന്നും പുറത്താവും, മഹല്ല് ജമാഅത്തിൽ നിന്നും പുറത്താവും, വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താവും, ചിലപ്പോൾ നാട്ടിൽ നിന്നും പുറത്താവും. ആരെ പോലെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ. എന്റെ പ്രിയപ്പെട്ട മടക്കേരിയിലെ സലഫികളെ, തൗഹീദിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും ആരുടെയെങ്കിലും ഹൃദയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും.
നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ജീവിച്ചു വന്ന മഹല്ലത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ പുറത്തായിട്ടുണ്ടെങ്കിൽ, നാട് വിട്ടു പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വഴിയിലാണ്. നിങ്ങൾ ആ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്നത്. കാരണം എന്താ അറിയോ? അൽ അമീൻ എന്ന് വിളിച്ച് നെഞ്ചോട് ചേർത്തി വെച്ച മക്കൾക്കാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതേ വിഷയത്തിൽ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം അതേ നാട്ടിലേക്ക് രാജാവായി തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളും വരാതിരിക്കുന്നതിലുണ്ടോ? ഒരു സംശയവും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് അങ്ങോട്ട് ജോലിയിൽ വരുന്നില്ല. പക്ഷെ ഭയങ്കരമായ ഫിക്റിലായി, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് രണ്ടാമത് ജിബ്രീൽ വന്ന് റിസാലത്തിന്റെ ആയത്തുകളും കേൾപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം കേൾക്കുന്നതിന്റെ അപ്പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ തസ്കിയത്ത് കൊണ്ടുവന്ന് പരിവർത്തനമുണ്ടാക്കി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അടിമകളെ ഉണർത്തിയ, ഒരുപാട് പ്രാവശ്യം ഉണർത്തിയ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് തഖ്വ. അല്ലാഹു തഖ്വ ഉണ്ടാക്കാനായി പറയാനായി പരിശുദ്ധ ഖുർആനിൽ വിളിക്കാൻ ഉപയോഗിച്ച വാക്ക് യാ അയ്യുഹല്ലദീന ആമനു എന്ന, അഥവാ ഈമാനുള്ളവർ. അവരുണ്ടാക്കിയെടുക്കേണ്ട സംഗതിയാണ് തഖ്വ. ഈമാനുള്ളവർക്കാണ് തഖ്വ ആവശ്യം. തഖ്വയുടെ നിർവചനം രണ്ടർത്ഥത്തിന് മനസ്സിലാക്കാം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. കാരണം ദുനിയാവിന്റെ അതിന്റെ വഴിക്കങ്ങ് പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പോക്കും ഉണ്ടാവുക. അതിന്റെ ഇടയിൽ നമ്മൾ ഓർത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അപകടമായിരിക്കും. ദുനിയാവ് ഫിത്നകളെ കൊണ്ട് നിറയാൻ പോവാണ്, ഫസാദുകൾ കൊണ്ട് നിറയാൻ പോവാണ്. ഒരാൾക്ക് തന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് കൈവെള്ളയിൽ തീക്കട്ടയിട്ട് ജീവിക്കുന്ന പോലെ ആവാനുള്ള സന്ദർഭങ്ങൾ വരാൻ പോവാണ്. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മസീഹുദ് ദജ്ജാലിന്റെ വരവിന് വേണ്ടിയുള്ള വഴികളെല്ലാം ജൂത പരിശീലകർ ഉണ്ടാക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ദേശം അടുത്തെത്തുകയും ചെയ്യും. ഇനി ആരെ കാത്തു നിന്നിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. വ്യക്തിപരമായി സ്വയം ഉണ്ടാക്കിയെടുക്കാൻ. പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരെ 40 വയസ്സ് പൂർത്തിയായവർ, പ്രത്യേകിച്ചും 40 വയസ്സ് പൂർത്തിയായവർ, യുവത്വം അവസാനിച്ചിരിക്കുന്നു. 40 യുവത്വം അവസാനിച്ചിരിക്കുന്നു. ഇനി ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള സമയം ഇതാ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇനിയും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നില്ലെങ്കിൽ പിന്നെ സമയം കിട്ടൂല. കാരണം 40ഉം 50ന്റെയും ഇടയിലുള്ള 10 കൊല്ലം ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്ന കൊല്ലങ്ങളാണ്. കല്യാണം കഴിക്കാനുണ്ടാവും, മക്കളെ കെട്ടിക്കാനുണ്ടാവും, മറ്റ് സംവിധാനം വീട് വെക്കാനുണ്ടാവും, പല സംവിധാനങ്ങളുണ്ടാവും. ഒരു 50 എല്ലാം കഴിയുമ്പോഴേക്കും വാർദ്ധക്യത്തിന്റെ കരിമ്പടം പതുക്കെ വന്ന് പുറക്കാൻ തുടങ്ങും. പിന്നെ മനസ്സ് വിചാരിക്കും, ശരീരം ചെയ്യൂല. മനസ്സിന് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും, ശരീരം ആ വഴിക്ക് അങ്ങോട്ട് വരികയില്ല. 60 കഴിഞ്ഞാൽ പിന്നെ ഒരു മക്കൾ പറഞ്ഞു, കഫൻ തുണയും വാങ്ങി വെച്ച് മലക്കുൽ മൗത്തിന്റെ വേദനയും പ്രതീക്ഷിച്ചിരുന്നാൽ മതി. നമ്മൾ അങ്ങനെ ജീവിച്ചേ പറ്റൂ, നമ്മൾ അങ്ങനെ ആയേ പറ്റൂ. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അവരുടെ തൊട്ട് ബാക്കിൽ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുക, പക്ഷെ അവരിപ്പോഴും അശ്രദ്ധയിലും പൂണ്ട് കിടക്കുകയാണ്. ഗഫലത്തായിക്കൂടാ പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അറിയോ? നമുക്ക് ഈ ചിന്തകൾ ഉണ്ടാക്കി തരുന്ന, നമ്മളെ ഈ വഴിക്ക് കൊണ്ട് നടക്കുന്ന നല്ല കൂട്ടുകാരുണ്ടാക്കുക, നല്ല ഗ്യാങ് ഉണ്ടാക്കുക. ആരോടൊപ്പം കൂടിയാലാണ് തഖ്വ ഉണ്ടാവുക? ആരപ്പുറം ഇരുന്നാലാണ് അല്ലാഹുവിനെ പറ്റി കേൾക്കാൻ പറ്റുക. ആരുടെ കൂടെ യാത്ര ചെയ്താൽ നമുക്ക് ആഖിറത്തിന്റെയും മരണത്തിന്റെയും ഓർമ്മകൾ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുമായിട്ട് അടുക്കാൻ നോക്കുക.
ഇതിന് വിപരീതമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് മുറിച്ചു കളയുക. നാളെ ആവട്ടെ എന്ന് വെക്കരുത്. കാരണം നാളെ ആവുന്നതിന് മുമ്പ് ചിലപ്പം ആ ചങ്ങാതിമാർ നമ്മുടെ ദീനും തഖ്വയും ഈമാനും കൊണ്ടുപോകും. വളരെ ശ്രദ്ധിച്ചോളി, വളരെ ചോദിച്ചോളി. അതിന്റെ പശമ്മയുള്ള വർത്തമാനങ്ങൾ മാത്രം കേൾക്കുക, അവരുമായിട്ട് മാത്രം ബന്ധം സ്ഥാപിക്കുക. ഇല്ലെങ്കിൽ അപകടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലം വരും, ആ കാലത്ത് മലമുകളിൽ ഒറ്റയ്ക്ക് തന്റെ ആടുകളെയും മേച്ച് ജീവിക്കുന്നവരായിരിക്കും ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യൻ. ഒരാളുമായിട്ട് ഒരു ബന്ധമില്ലാതെ ദീനു വേണ്ടി ഒറ്റപ്പെടും. ആ കാലത്തേക്ക് ലോകം പോവാണ്. അവിടെ തഖ്വ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിർവചിക്കാം. ഒന്ന്, ഇംതിസാലു അവ്വാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുക. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. വജിതനാബു നവാഹിഹി, അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒഴിവാക്കി. അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞത് ഒഴിവാക്കി. ഇതിന് മാത്രമേ ഖൈറുള്ളൂ. ഞാൻ എന്റെ നഫ്സിനോട് പറയാൻ നിങ്ങൾ കേൾക്കുന്നത് മാത്രം, ഇതിന് മാത്രമേ. രണ്ടാമത്തത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ആ സ്ഥലം ഒന്ന് നോക്കുക. ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ ആ സ്ഥലം ആദ്യം ഒന്ന് നോക്കുക. കല്ലുണ്ടോ, മുള്ളുണ്ടോ, കുപ്പിയുണ്ടോ, പാമ്പുണ്ടോ, കുത്തി കീറുമോ, വേദന എടുക്കോ, ഒന്നില്ലാതെ കണ്ടാൽ അവിടെ വെക്കുക. പിന്നെ അടുത്ത കാലം വെക്കുമ്പോൾ അതേപോലെ നോക്കുക. ഒന്നും ഇല്ലെങ്കിൽ അവിടെ വെക്കുക, ഉണ്ടെങ്കിൽ വെക്കാതിരിക്കുക. അതാണ് തഖ്വ. അതാണ് തഖ്വ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്. അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ആഖിറത്തിന് വേണ്ടി തയ്യാറായി ജീവിക്കുവാൻ അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അലാ വഇന്ന അല്ലാഹു സുബ്ഹാനഹു വതആല أمرنا وأمركم بالصلاة والسلام على النبي فقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن الخلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين وعن الصحابة والقرابة كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.